പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ റോ എപ്പിസോഡിൽ നടന്ന വമ്പൻ ട്വിസ്റ്റിനെ സംബന്ധിച്ചാണ്. ദ വിഷൻ എന്ന് പറയുന്ന ഫാക്ഷൻ സ്പ്ലിറ്റ് ആകുന്നത് നമുക്ക് ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലെ മത്സരത്തിന് ശേഷം കാണാൻ സാധിച്ചു. അതിലേക്ക് നയിച്ച പോയിന്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സെത്ത് റോളിൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള സെഗ്മെൻറ്റിൽ സെത്ത് റോളിൻസിന് ആരുടെയും സഹായം വേണ്ട എന്ന് പറയുന്നുണ്ട്. അവിടെ ബ്രോൺ ബ്രേക്കറിൻ്റെ ഡിസ്സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു മുഖവും അവർ കാണിക്കുന്നുണ്ട്. പിന്നീട് മെയിൻ ഇവൻറ്റിൽ നടന്ന ട്രിപ്പിൾ ത്രെറ്റ് നമ്പർ 1 കണ്ടൻഡേഴ്സ് മത്സരത്തിൽ CM പങ്ക് LA Knight മെയിൻ ഇവൻറ്റ് ജെ ഊസോ തുടങ്ങിയവരാണ് ഏറ്റുമുട്ടിയത്. നല്ല ഒരു കിടിലൻ മാച്ചായിരുന്നു. മത്സരത്തിൽ ജെ ഊസോയെ പിൻ ചെയ്തിട്ട് CM പങ്ക് വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസിൻ്റെ അടുത്ത ചാമ്പ്യൻഷിപ്പിനുള്ള എതിരാളി CM പങ്ക് ആയിരിക്കും എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് തന്നെ അവരുടെ ഒരു CM പങ്കിൻ്റെ സെലിബ്രേഷൻ സെഗ്മെൻറ്റ് കാണിക്കുന്ന സമയത്ത് അവിടെ സെത്തിൻ്റെ മ്യൂസിക് പ്ലേ ആകുകയും സെത്തും പോൾ ഹേമനും ബ്രോൺസൺ റീഡും ബ്രോൺ ബ്രേക്കറും അങ്ങോട്ടേക്ക് വരികയും അതിനിടയിൽ ബ്രോൺ ബ്രേക്കർ ഓടി വന്നുകൊണ്ട് ജെ ഊസോയെ സ്പിയർ ചെയ്യുകയും പിന്നീട് LA Knightനെ റിംഗ് സൈഡിൽ സ്പിയർ ചെയ്യുകയും ചെയ്യുന്നു. പിന്നീട് CM പങ്കിനെ ആക്രമിക്കാൻ വേണ്ടി ബ്രോൺസൺ റീഡും ബ്രോൺ ബ്രേക്കറും റിംഗിലേക്ക് കയറി അവസാനം അവർ CM പങ്കിനെ സ്പിയർ ചെയ്തും സുനാമി എന്ന് പറയുന്ന മൂവ് ഉപയോഗിച്ചും ആക്രമിക്കുന്നുണ്ട്. അവസാനം സെത്ത് പറയുന്നുണ്ട് CM പങ്കിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നീ ഒരിക്കലും ചാമ്പ്യൻ ആകാൻ പോകുന്നില്ല എന്നുള്ളത്. എന്നിട്ട് CM പങ്കിനെ റിങ്ങിൻ്റെ വെളിയിലേക്ക് എടുത്തിടാനും ആവശ്യപ്പെടുന്നു. അങ്ങനെ ബ്രോൺ ബ്രേക്കർ CM പങ്കിനെ റിങ്ങിൻ്റെ വെളിയിലേക്ക് എടുത്തിടുന്നു. അതിനുശേഷം ഈ 4 പേരും ചേർന്ന് സെലിബ്രേറ്റ് ചെയ്ത് റോ എപ്പിസോഡ് അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ എൻഡ് കാർഡ് വരെ കാണിച്ചു. ആ ഒരു സമയത്താണ് ബ്രോൺ ബ്രേക്കർ പെട്ടെന്ന് സെത്ത് റോളിൻസിനെ സ്പിയർ ചെയ്തുകൊണ്ട് ആക്രമിക്കുന്നത്. ആ ഒരു മൊമെൻറ്റ് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ബ്രോൺ ബ്രേക്കർ ഈ ഒരു റോ എപ്പിസോഡിൽ ടേൺ ചെയ്യുമെന്നുള്ളതിൻ്റെ യാതൊരുവിധ സൂചനയും അവർ നൽകിയിട്ടില്ല. ബ്രോൺ ബ്രേക്കറിൻ്റെ മുഖം ഡിസ്സാറ്റിസ്ഫൈ ആക്കിയിട്ട് അവർ കാണിച്ചു എന്നുണ്ടെങ്കിലും ഇന്നത്തെ റോ എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുൻപേ ഇവർക്കിടയിലെ പ്രശ്നം ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ അവർ തീർത്ത പോലെയുള്ള ചില മൊമെൻറ്റ്സിലൂടെ കടന്നു പോയെങ്കിലും ബ്രോൺ ബ്രേക്കർ സെത്ത് റോളിൻസിനെ ആക്രമിച്ചത് അത് വലിയൊരു ട്വിസ്റ്റായിരുന്നു. അതിനേക്കാൾ വലിയൊരു ട്വിസ്റ്റ് ബ്രോൺസൺ റീഡ് അതിനുശേഷം സെത്തിനെ ആക്രമിച്ചു. അവസാനം മനസ്സില്ലാ മനസ്സോടുകൂടി ബ്രോൺ ബ്രേക്കറും ബ്രോൺസൺ റീഡും പോൾ ഹേമൻ അവർ ഒരുമിച്ച് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ പോൾ ഹേമൻ ബ്രോൺ ബ്രേക്കറിൻ്റെയും ബ്രോൺസൺ റീഡിൻ്റെയും കൈ ഉയർത്തിപ്പിടിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അവിടെ നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് അത് ബ്രോൺ ബ്രേക്കറാണ് കൈവശപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ബ്രോൺ ബ്രേക്കറിന് ആ ഒരു ടൈറ്റിലിൽ നോട്ടമുണ്ട്, തൻ്റെ ലക്ഷ്യം അതാണ് എന്നുള്ളത് വളരെ കൃത്യമായി കാണിച്ചിരിക്കുന്നു. ഒരു 1.5 ട്വിസ്റ്റ് തന്നെയാണ് റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ഇപ്പോൾ കഴിഞ്ഞത്. ആ സെഗ്മെൻറ്റ് കണ്ട കൂട്ടുകാരെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയൊക്കെ ഇനി വരുന്ന മണിക്കൂറുകളിൽ പങ്കുവെക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.